അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. തേജസ് ചേച്ചിയോട് ആൽഫി കളിക്കാൻ വേണ്ടി കണ്ണു കാണിച്ചു. അവർ കണ്ണുകൊണ്ട് ശരിയെന്ന് കാണിച്ച് അവിടുന്ന് പോവാൻ നിന്നും അക്ഷയ് അവരുടെ കൈ പിടിച്ച് അടഞ്ഞു. നിങ്ങളിതെങ്ങോട്ടാ? എവിടെ ഇരിക്കുന്നേ? ഞാൻ കഴിക്കാനൊന്നും വേണ്ട, നിങ്ങളിവിടെ ഇരിക്കാതെയും. അവന്റെ കണ്ണുകളുടെ ഭാവം മാറി മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സുചേച്ചി തേജക്കടുത്തിരുന്നു. തേജയുടെ ഉടൽ വിറച്ചു തുടങ്ങിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവളിരുന്നു. അവനടുത്തുനിന്ന് അകലം പാലിച്ചിരിക്കാൻ ആൽഫി പറഞ്ഞത് അവൾ ഓർത്തു. ഏയ് തേജക്കുട്ടി, ഇങ്ങനെ പേടിച്ചിരിക്കുന്ന എന്താ? ഞാൻ നിന്റെ സാറല്ലേ? അവൻ അവൾക്കടുത്തേക്ക് വരാൻ നിന്നു. സുചേച്ചി അവന്റെ കൈ തട്ടി മാറ്റി. അത്രയ്ക്ക് വേണോ പെണ്ണും പിള്ളേ? സുചേച്ചിയുടെ കൈ പിടിച്ച് അവൻ ഞെരിച്ചു. സുചേച്ചി വേദന കൊണ്ട് അലറിയതും തേജ അവന്റെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിടാനാ പറഞ്ഞേ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? തേജ പറഞ്ഞു. അവൻ മേലെ കൈ അയച്ചു വിട്ട് ഭ്രാന്തനെ പോലെ ഒന്ന് ചിരിച്ചു. അത് കണ്ട് ഉമിനീരിറക്കി പോയി തേജ. എടോ കിളവാ, നിന്നോട് ഇനി പ്രത്യേകം പറയണ ഇരിക്കാം. മാറി നിന്ന് പേടിച്ചണ്ട് നിൽക്കുന്ന രഘുവേട്ടനെ തലയിരിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും രഘുവേട്ടൻ ഓടിപ്പിടിച്ച് അവർക്കടുത്തേക്ക് വന്നു. ഇത്ര വേഗം പറഞ്ഞാൽ അനുസരിക്കുന്ന പിള്ളേരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊന്നും ഇങ്ങനെയല്ല, നീ പറഞ്ഞാ കേൾക്കില്ല അല്ലേ തേജക്കുട്ടി? അവൻ വളരെ സൗമ്യതയോടെ അക്ഷയ് പറഞ്ഞ തേജാകെ വല്ലാണ്ടായി. ആൽഫി, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ വെച്ചേ? മയൻ ആൽഫിയെ കണ്ടപാടെ ചോദിച്ചു. അങ്ങ് എനിക്ക് ചെറിയമ്മ ഇവിടുന്ന് കൊണ്ടുപോകണം. ആൽഫി അവിടെ പ്രഭയെ കൂടി കാണാതെ ഇരിക്കുക. എൻ്റെ അങ്കിളോ വല്യമ്മാവൻ അവിടെ കയ്യിൽ നിന്ന് എപ്പോഴോ രക്ഷപ്പെട്ട് കാണണം. പിന്നെ ആ മൊബൈൽ ഫോൺ അതവർ ചുമ്മാ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നിനക്ക് ഉറപ്പാണോ? വല്യമ്മാവൻ അങ്കിളുടെ അറിയാനിട്ടോ. ഇപ്പൊ വിമലിനൊന്ന് വിളിച്ചു നോക്ക്, അപ്പറിയാം. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിച്ച് സംശയം തീർത്തരാം. ആൽഫി പോക്കറ്റിലുള്ള ഫോൺ കൈയിട്ടെടുത്ത് വിമലിന് കോൾ ചെയ്തു. ആൽഫി, പ്രഭങ്ങൾ വീട്ടിലെത്തിണ്ട് കേട്ടോ. പക്ഷെ എന്തൊരു പന്തിയുണ്ടെന്ന തേജ് പറഞ്ഞു. ഫോൺ മിസ്സായി പോയതാണ് പോലും. ഓക്കെടാ, ഞാൻ വിളിക്കാം. ആൽഫി ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന രീതിയിൽ മയനെ നോക്കി. അവർ രണ്ടുപേരും കൂടി മുംബൈയിലെ നഗരത്തിലൂടെ സഞ്ചരിച്ചു. ആൽഫി ഇവിടെ എത്തിയതറിഞ്ഞ് അയാളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അനന്യയും അരാമികയും ദേവേന്ദ്രനെയും ആൽഫി ഒരുവിധം പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആൽഫി, എന്തിനാ ഈ ചറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? അവന്റെ താവളം പോലും നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ലാസ്റ്റ് എവിടെയായിരുന്നു അവർ പോയത്? അവർ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നതാ പറഞ്ഞ്. അവിടുത്തെ CCTV ഫുട്ടേജ് എടുത്തായിരുന്നോ? എടുത്തു, പക്ഷെ അതിലൊന്നും തന്നെ ഇല്ല. ഇതേ സമയം അയ്യന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പറയൂ ജഗൻ. സർ, ഇവിടെ ഈ കോളനിക്ക് അടുത്തൊരു ബോഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ആളാണെന്നൊന്ന് വന്നു നോക്കുമോ? പോലീസുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നാവില്ല. ഓക്കെ ജഗൻ, ഞങ്ങളെത്താം. മയൻ ഫോൺ ഓഫ് ചെയ്തു. എന്താ പറഞ്ഞേ? കോളനിക്ക് അടുത്തൊരു ബോഡി കിടപ്പുണ്ട്, സ്ത്രീയാണെന്നാ പറഞ്ഞ്. പോയി നോക്കണോ? പോയി നോക്കാം. ആൽഫി പറഞ്ഞുകൊണ്ട് വണ്ടി റിവേഴ്സ് എടുത്തു കോളനിക്ക് അടുത്തേക്ക് വിട്ടു. ശരി, ഇവളെ കേരളത്തിലേക്ക് മാറ്റിയേക്ക്. ഗൂഢമായ ചിരിയോടെ അയാൾ പവിത്രയെ നോക്കി പറഞ്ഞു. പവിത്രയാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. തളർന്ന മുഖത്തോടെ പവിത്രയാളെ നോക്കി. വല്ലതും കൊണ്ടുവന്നാ കഴിക്കണം, അല്ലാതെ വാശി പിടിച്ചിരുന്ന ഇതുപോലെ ഇരുന്നങ്ങ് ചത്തുപോകും. അപ്പൊ എന്റെ പണി അങ്ങ് കുറഞ്ഞു കിട്ടിക്കോളുമല്ലോ. അവനിവിടെ എത്തിക്കാണുമല്ലേ? പവിത്ര ധൈര്യം ചോർന്നു പോവാതെ പുച്ഛത്തോടെയാണെന്ന് പോയി ചോദിച്ചു. അതേടി, നിന്റെയൊക്കെ പുള്ള ഇനി ഇവിടെ കിടന്ന് കുറച്ച് തെണ്ടട്ടെ. നിങ്ങളേത് പാതാളത്തിൽ കൊണ്ടുപോയി ആക്കിയാലും വരും. ഇവള് ഇന്ന് ഞാൻ. അയാൾ ദേഷ്യത്തിൽ അവൾക്കടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. ശ്വാസം കിട്ടാതെ പവിത്രയൊന്ന് പിടഞ്ഞു. അയാൾ കൈയെടുത്ത് മാറ്റിയതും അവൾ നന്നായി ചുമച്ചു. അയാൾ അവളെ നോക്കി കൈ കുടഞ്ഞ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. പ്രഭാകർ മുറിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ ഒരാളെ കുറിച്ച് അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെയായിരുന്നു രാവിലെ. അതിനിടയിലാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. 5-6 ആളുകൾ ആക്രമിക്കാൻ വന്നു. അവിടുന്ന് പോവാൻ കൂടി പറഞ്ഞു. പ്രഭാകരന് ദേഷ്യം വന്നു. എങ്കിലും ഇടയ്ക്ക് വീട്ടിൽ കണ്ട കുറച്ച് ഫോട്ടോസ് അയാളുടെ ചിന്തകളെ വരിഞ്ഞു മുറുക്കി. ഒരു ക്ലയന്റ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയതായിരുന്നു താൻ. ആ വീട്ടിൽ അയാൾ വാടകയ്ക്ക് താമസിക്കുകയാണെന്നാണ് പറഞ്ഞ്. പക്ഷേ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോസ് അതെല്ലാം സത്യമാവുമോ? പ്രഭാകർ ഭ്രാന്തി പിടിച്ചവനെപ്പോലെ മുടിയിൽ വിരൽ കോർത്ത് കട്ടിലേക്കിരുന്നു. വാസവദത്ത് മുറിയിലേക്ക് വെള്ളവുമായി വരുന്നതും പ്രഭാകർ ശ്വാസം എന്നെടുത്തുകൊണ്ട് നേരെയിരുന്നു. വിമല, ആൽഫിയോ തറവാട്ടിലുള്ളവരോ ആരും തന്നെ തേജയ്ക്ക് വിളിച്ചില്ല. ഒരു മൂലയിൽ കുത്തിരിപ്പാണ് തേജയും സുജേച്ചിയും രഘുവേട്ടനും. അവർക്ക് മുമ്പിലായി കസേരയിൽ അക്ഷയ് ഇരിപ്പുണ്ട്. കയ്യിലുള്ള മദ്യക്കുപ്പി വായിലേക്ക് അമിഴ്ത്തുന്നുണ്ടവൻ. നിനക്കറിയണ്ട തേജ, നിന്റെ കെട്ടിയവനുണ്ടല്ലോ ആൽഫി, അവനൊരു ചെറ്റയാ. അക്ഷയ് അരിശത്തോടെ പറഞ്ഞു. പിന്നെ തേജില്ലേ, നിന്റെ ഏട്ടൻ, അവനും മറ്റേ വിമലും. തേജ ഫോൺ എങ്ങനെയെങ്കിലും കയ്യിലെത്തിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും ഒന്നാ, നമ്മളൊക്കെ പുറത്ത്. അവർക്കിങ്ങനെ വാലാട്ടിപ്പട്ടികളായി പുറകെ. ഒടുവിൽ എനിക്കങ്ങ് മടുത്തു തേജ. അവരെ മടുത്ത് വെറുപ്പായി. കൊല്ലാനുള്ള ദേഷ്യം വന്നു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവർക്കിട്ട് പണിതുകൊണ്ടിരിക്കാൻ അവസരം നോക്കിയിരിക്കുക.
തേജാവും പറയുന്നത് കേട്ട് അന്തിച്ച് നിൽക്കുകയാണ്. ഇത്രയ്ക്കും വലിയ ക്രൂര മനസ്സുള്ള രാക്ഷസനായിരുന്നു ഇവനെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് അറപ്പ് തോന്നി. അന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോയില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടാ തേജ. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. തേജക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. ഒറ്റയടിക്ക് വെട്ടിക്കൊന്നാലോ എന്നിവരെ ചിന്തിച്ചു പോയവൾ. ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല, കാരണം അവനിപ്പോ കിടന്ന് ഓടുകയാവും. അവൾക്കടുത്തേക്ക് പതിയെ നടന്നു വന്നുകൊണ്ട് അക്ഷയ് പറഞ്ഞു. അവൾക്ക് തൊട്ടു മുന്നിലായി അവൻ ഇരുന്നു. തേജ പുറകോട്ട് നീങ്ങി ചുമരിൽ തട്ടി നിന്നു. അവളുടെ മുഖത്തേക്ക് കൈ നീട്ടിക്കൊണ്ടുവന്ന തേജ ഒരു തട്ടം കൊടുത്തു. സുജേച്ചിയും രഘുവേട്ടനും കിട്ടിയത് വെച്ച് അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ നിന്നു. തേജ കണ്ണുകൊണ്ട് തടഞ്ഞു. ചീറ്റപ്പുലിയുടെ ഭാര്യക്ക് ശൗര്യത്തിന് കുറവൊന്നുമില്ല. വെരി ഗുഡ്. അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് കൈ നീട്ടി അവളുടെ മാറിലേക്ക് കൈ തൊടാൻ നിന്നു. തേജ കുതിരിക്കൊണ്ട് അവനെ തള്ളി മാറ്റി. അക്ഷയ് വീണ്ടും അവിടുന്ന് ചിരിയോടെ തന്നെ എഴുന്നേറ്റ് ഒറ്റയടിക്കള വലിച്ച് ചുമരിലേക്ക് ചേർത്ത് വെച്ചു. മോളെ മോളെ രഘുവേട്ടനും സുജേച്ചി ഒരുപോലെ വിളിച്ചുപോയി. അനങ്ങിയ ഈ വഴിക്ക് തന്നെ കത്തി കുത്തിയിറക്കും. ഒരു കത്തി ചൂണ്ടിക്കൊണ്ട് അവൻ അവരെ നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് നിന്നു. പന്ന മോളെ എതിർക്കാൻ നിന്ന കുഴിച്ചു മൂടി അക്ഷയ്. അവന്റെ കണ്ണുകൾ വന്യമായി, പേശികൾ വരിഞ്ഞു മുറുകി. തേജ ഉൾക്കിടലത്തോടെ അത് നോക്കിപ്പോയി. അവനവളുടെ ദേഹത്തെ കൈയച്ച് മാറി നിന്നു. സൽക്കാരം ഗംഗേയമായ സ്ഥിതിക്ക് ഇരുന്നുകാരൻ അങ്ങോട്ട് ഇറങ്ങുക. പിന്നെ ഇത് നിന്നെ മാറ്റാനുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാ. കാവൽക്കാരുടെയൊക്കെ കണ്ണു വെട്ടിച്ചാ ഞാനിവിടെ എത്തിയത്. തേജ കലിപ്പോടെ അവനെ നോക്കി. അവളുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തുപോയി. കണ്ണൊക്കെ നിറഞ്ഞു വന്നെങ്കിലും ഒരുവിധം അവൾ അടക്കി പിടിച്ചു. വീണ്ടും കാണാം. അക്ഷയ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. പകയോടെ അവൾ നിന്നു. സുജേച്ചിയും രഘുവേട്ടനും അവൾക്കടുത്തേക്ക് വന്നു നിന്നു. ആൽഫി മയനും പറഞ്ഞ സ്ഥലത്തെത്തി. മയൻ പോയി നോക്കി. അത് പവിത്രയുടെ ബോഡിയല്ലെന്ന് മനസ്സിലായതും മയൻ ആൽഫിക്ക് അല്ലെന്ന് കണ്ണു കാണിച്ചു. ഇതേ സമയം വിമൽ ആൽഫിക്ക് ധൃതിയിൽ വിളിച്ചുകൊണ്ടിരുന്നു. ആൽഫിയുടെ വീട്ടിൽ നിന്ന് അക്ഷയുടെ വണ്ടി ഇറങ്ങിപ്പോകുന്നവൻ കണ്ടിരുന്നു. ആ വിമലെ പറടാ. എടാ അക്ഷയ്, അവൻ എന്താ പ്രശ്നം? വിമലെ നീ ഒന്ന് തെളിച്ചു പറ. അത് അക്ഷയ് ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തു പോയി. അവനോ? അവനെങ്ങനെ അകത്ത് കയറി? നീ ആ CCTV ഒന്ന് പോയി ചെക്ക് ചെയ്യ്. ആൽഫി പറഞ്ഞു. വിമൽ നേരെ ഗേറ്റിനുള്ളിലേക്ക് ബൈക്ക് നിർത്തി. വിമൽ കയറി ചെല്ലുമ്പോൾ കാണുന്നു ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കി കൈയും കെട്ടി നിൽക്കുന്ന തേജയാണ്. വിമൽ ഒന്ന് പരിഭ്രമിച്ചു പോയി. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു നിന്നു. തേജ, ഓ എവിടെയായിരുന്നു? തേജ, ഞാൻ ഒരുത്തൻ കയറി നിരങ്ങിപ്പോയി. അറിഞ്ഞോ? എവിടെ നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ? വിളിച്ചറിയിക്ക്. തേജ കൈ അയച്ചുകൊണ്ട് തിരിഞ്ഞകത്തേക്ക് നടന്നു. ടേബിളിൽ നിന്ന് വെള്ളം വല്ലാത്തൊരു ഭാഗത്തോടെ അവൾ കുടിക്കുന്നുണ്ട്. വിമൽ പോലും ഭയന്നു പോയി. സുജേച്ചി രഘുവേട്ടനും സെറ്റിൽ തന്നെ ഇരിക്കുകയാണ്. വിമൽ അവരെയും നോക്കി. പിന്നെ തേജയ്ക്ക് നേരെ തന്നെ തിരിഞ്ഞു. എടോ, എന്റെ തെറ്റാ. അവൻ എന്നെ ഏൽപ്പിച്ചു പോയതാ. നമ്മുടെ പവിത്രേന്റെ മിസ്സിങ്ങാ. തേജ തീട്ട് ഞെട്ടലോടെ വിമലിനെ നോക്കി. എന്നിട്ട് കിട്ടിയിട്ടില്ല. ആൽഫി തെരഞ്ഞോണ്ടിരിക്കുക. എന്തിനാ വിമലേട്ട് അവനെ വെറുതെ വിട്ടേ? അവനിപ്പോ പോട്ടെ തേജ, അവനിപ്പോ റോള് കളിക്കട്ടെ. ഇപ്പൊ അവനെ പൂട്ടിയ നമുക്കൊരാളെ കൂടി നഷ്ടമാവും. എന്നിട്ട് ഈ കാണിച്ചെടുക്കാൻ വെറുതെ വിടാനാണോ? തേജയ്ക്ക് ദേഷ്യം വന്നു. ഇത്രയും അടുത്തവനെ കിട്ടിയിട്ടും ഇവരൊന്നും ചെയ്യാതിരിക്കുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആൽഫി, ഇത് നോക്ക്. മയൻ കുറച്ച് കടലാസുകളുമായി ആൽഫിക്ക് അടുത്തേക്ക് വന്നു. കുറച്ചു കാലം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് നമ്മളാ പറഞ്ഞ ഹോസ്പിറ്റൽ കാണിച്ച ലിസ്റ്റുകളാണ്. ഇതിൽ MDയുടെ പേരൊന്നുമില്ല. അന്ന് അവിടെ വർക്ക് ചെയ്തൊരു ഡോക്ടറുടെ പേരാ ഉള്ളത്. അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാ. അതുവഴി അന്വേഷിച്ചാൽ നമ്മൾ അന്വേഷിക്കുന്ന ആളെ കിട്ടില്ലേ. മയൻ പറഞ്ഞു നിർത്തിയപ്പോൾ ആൽഫിക്കും അത് ശരിയാണെന്ന് തോന്നി. പിന്നെ ഞാനിപ്പോൾ ഒരു താവളം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഒന്നുകൂടി നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവനിവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. അങ്കിൾ അവിടെ പോകണ്ട. നമ്മളിവിടെ എത്തിയ ഉടനെ തന്നെ അവൻ ചെറിയമ്മയും കൊണ്ട് പോയി കാണാം. ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വിളിച്ചു പറയാം. CCTV വിഷ്വൽസ് ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് ആൽഫി അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതുകൊണ്ട് തന്നെ മയൻ കൂടുതലൊന്നും പറയാതെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. ആൽഫിയും മയനും ചെക്ക് പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വന്ന വണ്ടികളിൽ ഒന്നും തന്നെ അവർക്ക് പവിത്രയെ കണ്ടെത്താനായില്ല. ആൽഫി വിമലിനോട് ഒരു കേസ് എടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആൽഫി മാറിയ സമയം ഒരു ട്രക്ക് വന്ന് ചെക്ക് പോസ്റ്റിൽ നിന്നു. അത് തുറക്കാൻ പോലീസുകാർ പറഞ്ഞു അത് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡീലാണ്, അത് തുറക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞു. ആൽഫിക്ക് അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ തന്നെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളും അവന്റെ ആളുകളുമാണെന്ന് ആൽഫിക്ക് മനസ്സിലായി. ആ ട്രക്കിന് പുറകെ പോകണമെന്ന് അവന് തോന്നി. ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ, ഇവിടെ നിന്നിട്ട് വലിയ ഉപകാരം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ആൽഫി അവിടെ നിൽക്കുന്ന ഓഫീസറോട് പറഞ്ഞുകൊണ്ട് വണ്ടിക്കടുത്തേക്ക് നടന്നു. ആ ട്രക്കിന് പുറകെ എത്തുകയായിരുന്നു ആൽഫിയുടെ ലക്ഷ്യം. എന്നാൽ അവർ കുറച്ചു ദൂരം ചെന്നെങ്കിലും ആ ട്രക്ക് അവർ കണ്ടില്ല. അതൊരു ഇടവഴിയിലേക്ക് മാറിപ്പോയിരുന്നു. അതിവിടെ നിന്നുപോയല്ലോ, മയൻ ആവലാതിയോടെ പറഞ്ഞു. മുന്നേ നമ്മൾ മാറിയൊരു ഇടവഴി പോലുള്ള റോഡ് കണ്ടില്ലേ, ഇനി അതുവഴി പോയി കാണും. ആൽഫി തന്റെ സംശയം മയനോട് ചോദിച്ചു. നീ വണ്ടി തിരിക്കുക, നമുക്ക് നോക്കാം. ആൽഫി പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ അവർ ആ ട്രക്ക് പോകുന്ന ദൂരെ നിന്നും കണ്ടു.
ആൽഫി അതിനൊപ്പം എത്താൻ പരമാവധി സ്പീഡിൽ വണ്ടിയെടുത്തു. ഇതേ സമയം ചെക്ക് പോസ്റ്റിലെ ഓഫീസർ അവർ പോയി എന്ന് അയാൾ വിളിച്ച് വിവരമറിയിച്ചു. ആൽഫി ദേ വണ്ടി അങ്ങോട്ട് നിർത്താൻ പോവാണ് തോന്നുന്നു. മയൻ പറഞ്ഞു. ആൽഫി വണ്ടിയുടെ സ്പീഡൊന്ന് കുറച്ചു. നമുക്ക് കുറച്ച് മാറി വണ്ടി നിർത്തിയേക്ക് ആൽഫി. അങ്കിളിവിടെ ഇറങ്ങിയേക്ക്, ഞാനിത് കുറച്ച് അപ്പുറത്ത് മാറ്റിയിട്ട് വരാം, ആൽഫി പറഞ്ഞു. മയൻ ഡോർ തുറന്നിറങ്ങി. ആൽഫി ഒരു സ്പേസ് കണ്ടതും അങ്ങോട്ട് വണ്ടി നിർത്തി മയന്റെ അടുത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരും മാറി നിന്ന് ആ ട്രക്ക് നിർത്തുന്നത് നോക്കി നിന്നു. തറവാട്ടിൽ അനന്യയും അനാമികയും ദേവദത്തിനും കൂടി എത്തിയതും വിശക്ക് ഭയം തുടങ്ങി. വിശ വേഗം തന്നെ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും തേജ് തടഞ്ഞു. പ്രവി കൂടെ ഒരു മുത്തശ്ശ, ഒറ്റയ്ക്ക് ഇറങ്ങണ്ട. തേജ് അങ്ങനെ പറഞ്ഞു. വിശു നിന്നുകൊണ്ട് സമ്മതം അറിയിച്ചു. പ്രവിയോട് സൂക്ഷിക്കാൻ തേജ് പ്രത്യേകം പറഞ്ഞു. വിശു അയാൾ മെസ്സേജ് അയച്ച പ്രകാരം ആ സ്ഥലത്തെത്താനുള്ള പ്ലാനിലാണ്. എങ്ങോട്ട് മുത്തശ്ശ അയാൾ എത്താൻ പറഞ്ഞ്? ആ കായൽ തീരത്ത് ഒഴിഞ്ഞ കൊട്ടാരത്തിലേക്കാ. അവിടെയാണ് പവിത്രാൻ്റെ ഉള്ളത്. അങ്ങോട്ട് വരാനേ പറഞ്ഞുള്ളൂ, അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രവിയും വിശ്വയും അവർക്കൊപ്പം അകത്തേക്ക് ചെന്നു. എന്ത് തന്നെ വന്നാലും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വ. അകത്തേക്ക് നടക്കും തോറും വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇരുട്ട് പടർന്നു. ആ ഇരുട്ടിലൂടെ മുന്നിലുള്ള ആടുകൂടെ വിശ്വയും പ്രവിയും നടന്നു. മയനും ആൽഫി ഏറെ നേരം അവിടെ നിന്നിട്ടും അവർക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. പെട്ടെന്ന് ആൽഫിയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കുമ്പോൾ തേജാണ്. ആൽഫി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ പരദേശ്, എടാ മുത്തശ്ശനും പ്രവിയും കൂടെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ട്? അയാൾ വിളിച്ചിട്ട് കായലിനരികിലുള്ള കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇത്രയും വിവരമില്ലാതായി പോയോ? ആൽഫി പവിത്രന്റെ കൊല്ലുന്ന അയാൾ ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ അയച്ചടാ. അത് വിചാരിച്ച് അങ്ങ് ഇറക്കി വിടുകയാണ് ചെയ്യാ? ആൽഫി മുത്തശ്ശൻ ഒരേ വാശിയിലായിരുന്നു. വിമലുണ്ട് അവർക്ക് പുറകെ. നീ അവർ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞ്? കായലിനരികിലുള്ള കൊട്ടാരത്തിലേക്ക്. ശരി, നീ അവിടെ മാനേജ് ചെയ്യും. തേജയുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. ഓക്കെ ശരിയടാ. ആൽഫിക്കാൻ താങ്കൾ ഇത്രയും നേരം പറ്റിക്കായിരുന്നെന്ന് മനസ്സിലായി. ആൽഫി നേരെ വണ്ടിയെടുത്ത് തേജ് പറഞ്ഞിടത്തേക്ക് വിട്ടു. വിശ്വയും പ്രവിയും ഒരു മുറിക്കകത്തേക്ക് പ്രവേശിച്ചതും അവിടെ ലൈറ്റ് ഓണായി. വിശ്വയും പ്രവിയും മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ പവിത്ര ഇരിക്കുന്നു. മോളെ, വിശ്വ കണ്ണു നിറച്ചുകൊണ്ട് വിളിച്ചു. വാടി തളർന്നുകൊണ്ട് പവിത്ര വിശ്വയെ നോക്കി. വിശ്വയുടെ നെഞ്ചു വിടഞ്ഞു. വിശ്വ പവിത്രക്കടുത്തേക്ക് നടന്നു. അടുത്തേക്ക് ചെന്നു പോരുത്. ഒരു ശബ്ദം മാത്രം ആ മുറിയിൽ അപ്പോഴേക്കും മുഴങ്ങി. പ്രവിയും വിശ്വയും ഞെട്ടിക്കൊണ്ട് അവിടെ ആ കണ്ണുകൊണ്ട് പരതി. എന്താ എന്നെ തെറിയുകയാണോ? ഞാനിവിടെ ഉണ്ടെന്നേ. ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. നീ ആരാ? വിശ്വയിടറിയ ശബ്ദത്തോടെ ചോദിച്ചു. അയാൾ ചോദ്യം കേട്ട് വീണ്ടും ആ കൊട്ടാരത്തിലേക്ക് ആകമാനം പ്രതിധ്വനിക്കും വിധം ഒച്ച വെച്ചുകൊണ്ട് ചിരിച്ചു. വിമൽ വണ്ടിയെടുത്ത് ആ റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ്. ആ നിമിഷം ആൽഫിയുടെ കോൾ വന്നും അവൻ റോഡിലേക്ക് മാറിയതും ഒരു കാർ സ്പീഡിൽ വന്ന് അവനെ തട്ടിത്തെറിപ്പിച്ച് കടന്നുപോയി. വിമലിന്റെ തല ചെന്ന് ഒരു കല്ലിലിടിച്ചുകൊണ്ട് അവന്റെ ബോധം നഷ്ടമായി. ആൽഫിയും മയനും ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ആൽഫി വണ്ടി നിർത്തി അതിൽ നിന്നിറങ്ങി വിമലിന്റെ അടുത്തേക്ക് ഓടി. വിമലെ! അവനടുത്തേക്ക് ആൽഫി അവനെ ഉറക്കി വിളിച്ചു. അങ്ങോട്ടേക്ക് വരാൻ നിന്ന മയ്യനെ ആരോ മറ്റൊരു വണ്ടിയിലേക്ക് തള്ളിയിട്ട് കൊണ്ടുപോയി. ആൽഫി തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്. ആൽഫി എന്തു ചെയ്യുമെന്നറിയാൻ നിന്നുപോയി. അവൻ വേഗം വിമലിന്റെ കൈകളിൽ കോരിയെടുത്തു. തലയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ആൽഫി വേഗം അവനെ വണ്ടിയിലേക്ക് ഇരുത്തി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെത്തി വിമലിനെ സ്ട്രക്ചറിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോയതും ആൽഫി പുറത്തു നിന്നു. ഈശോയെ, അവനൊന്നും വരുത്തല്ലേ. തന്റെ കഴുത്തിലെ കുരിശിൽ പിടിച്ച് അവൻ മന്ത്രിച്ചു. മയനെങ്കിൽ? ആൽഫിക്ക് മയന്റെ കാര്യം ഓർമ്മന്നും അവൻ പെട്ടെന്ന് തന്നെ തേജിനെ വിളിച്ച് പറഞ്ഞു. വിമൽ എങ്ങനെയുണ്ട്? ഞാനങ്ങോട്ട് വരണോടാ? വേണ്ട, ഇതാവും നമ്മളെ പെടുത്തിയതാ, അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ എന്താ ചെയ്യുക ആൽഫി? ഇവരോട് ഒറ്റക്കായി പോരാൻ കഴിയില്ല. തേജ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൾ വരുന്നില്ല. അവൾ അവിടെ എന്ത് തന്നെയായാലും ഞാൻ മതിയെന്ന മൈൻഡിലാണ്. തേജ് നിരാശയോടെ പറഞ്ഞു. വിമൽ എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, ഇവിടെ ആരെങ്കിലും നിർത്തി ഞാനങ്ങോട്ട് വരാം. ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. വിമലിന് ഇതുവരെ ബോധം വന്നിട്ടില്ല. തലയിലെ മുറിവ് അത്യാവശ്യം വലുത് തന്നെയാണ്. ആൽഫി ആദ്യങ്ങളിൽ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. എന്താ ആൽഫി, അവൻ എന്തു പറ്റിയതാ? ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ. ആൽഫി, എന്റെ കുഞ്ഞ്. അങ്കിൾ അവനൊന്നും പറ്റില്ല, പേടിക്കണ്ട. ആൽഫി അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. തേജ മുറിയിലേക്ക് ചെന്ന് മുടി മുകളിലേക്ക് വാർന്ന് മെടഞ്ഞിട്ടു. ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് ടോപ്പും അതിലേക്ക് ഒരു ബ്ലാക്ക് കളർ ജീനും ധരിച്ചു. അവളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. ബ്ലാക്ക് കളർ ഷൂ കൂടിയിട്ട് അവൾ മുറിയിൽ നിന്നിറങ്ങി. സ്റ്റെയർ ഇറങ്ങി വരുന്നവളെ കണ്ട് സുജേച്ചിയും രഘുവേട്ടനും വരെ ഇരുന്നിടന്ന് എഴുന്നേറ്റ് പോയി. അവൾ അവരെ നോക്കി മനോഹരമായെന്ന് ചിരിച്ചു. മോളിത് എങ്ങോട്ടാ? സുജേച്ചി ആദ്യയോട് ചോദിച്ചു. കൊഞ്ചം പണിയെടുക്കാമ്മ, ആ ജിപ്സിയുടെ താക്കോലിങ് എടുത്തേക്ക്. അവൾ അത്രയും ഗൗരവത്തിൽ പറയുന്ന കേട്ട് അവൾ തിരിഞ്ഞു പോയിക്കൊണ്ട് തന്നെ സുജേച്ചി ചാവി എടുക്കാൻ പോയി. പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങുന്ന ആൽഫിച്ചാനെ വിളിച്ചു പറയാൻ നിൽക്കണ്ട, തേജ പോയ പോലെ ഇങ്ങോട്ട് വരികയും ചെയ്യും. സുജേച്ചിയുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി അതൊന്ന് കറക്കിക്കൊണ്ട് പറയുന്നവളെ രണ്ടുപേരും കണ്ണുമിഴിച്ച് നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.